ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ പ്രത്യേകമാവിധം സമർപ്പിച്ച് നമ്മൾ നടത്തുന്ന ഈ ഒരു വർഷത്തെ ശുശ്രൂഷയിൽ ഇന്ന് 69-ാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വചനം. എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുവാനും ചിട്ടയുള്ള പെരുമാറ്റം ഉണ്ടാകുവാനും തോബിയാസിന് തോബിത്ത് നിർദ്ദേശം കൊടുക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അച്ചടക്കത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചിട്ടയുള്ളതായി ജീവിതം ക്രമമുള്ളതായി മാറ്റുവാനും പഠന മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിൽ അവർ എവിടെയായിരുന്നാലും ഏത് പ്രവൃത്തിയിലായിരുന്നാലും അച്ചടക്കത്തോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുവാനും ഒരു തരത്തിലുള്ള അങ്കലാപ്പും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ, അവരുടെ ജീവിതത്തെ, അവരുടെ പെരുമാറ്റത്തിന് ഒരു തരത്തിലുള്ള ദൂഷ്യവശങ്ങളും ഉണ്ടാകാതെ നന്മയിൽ അവർ മുമ്പോട്ട് പോകട്ടെ എന്നും കൃപയായി തീരട്ടെ എന്നും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തോബിത്ത് 4:14 മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക, നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അച്ചടക്കമുള്ളവരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠന മേഖലയിലും ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും ചിട്ടയാർന്ന ജീവിതവും കൃത്യനിഷ്ഠതയും അവർക്കുണ്ടാവുകയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിച്ച് ദൈവകൃപയിൽ വളരട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.